ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദശകം 16 നരനാരായണ ചരിതവും ദക്ഷയാഗവും. ശ്ലോകം 1. ദക്ഷോ വിരിഞ്ച തനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദോ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. സാമാന്യ അർത്ഥം നോക്കാം. നമ്മളിന്ന് പുതിയ ഒരു അധ്യായത്തിലാണ് കടന്നിരിക്കുന്നത്. അഥ അനന്തരം വിരിഞ്ച തനയഃ ബ്രഹ്മപുത്രനായ ദക്ഷൻ മനോഹോ തനൂജാം മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ ലബ്ധ്വാ വിവാഹം ചെയ്തു. ഇഹ ആ പ്രസൂതിയിൽ ഷോഡശ കന്യാഃ 16 പുത്രിമാരെ ആപച ജനിപ്പിച്ചു. എന്നിട്ട് ധർമ്മേ ത്രയോദശഃ ധർമ്മദേവന് 13 പുത്രിമാരെയും പിതൃഷു സ്വധാം പിതൃക്കൾക്ക് സ്വധയെയും ഹവിർഭുജി അഗ്നിക്ക് സ്വാഹാം സോഹയെയും ത്വദംശേ അങ്ങയുടെ തന്നെ അംശമായ ഗിരിശേ സതിം ച പരമശിവന് സതിയെയും ദദൗ കൊടുത്തു. ഇവിടെ ദക്ഷന് 16 കുട്ടികൾ ഉണ്ടായി. ഷോഡശ മാതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെയൊക്കെ പേരുകൾ ശ്രദ്ധ, മൈത്രി, ദയ, ക്ഷാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ, മൂർത്തി, സ്വധ, സ്വാഹ, സതി എന്നിവയാണ്. ഈ ഇവയെല്ലാം തന്നെ ജീവിതത്തിൽ വിജയിക്കുന്നതിനുള്ള സാധനകളാണ്. ആത്മജ്ഞാനം നേടാൻ ഈ സാധനകൾ അനുഷ്ഠിക്കണം. ഈ ഗുണങ്ങളെല്ലാം ഒരാളിലുണ്ടെങ്കിൽ അയാൾ അസാധാരണമായ ഉന്നതോപാസനത്തിൽ എത്തി ആത്മാരാമനായിട്ട് തീരും. ദക്ഷൻ്റെ 13 പെൺകുട്ടികളെ ധർമ്മദേവനാണ് വിവാഹം ചെയ്തത്. ധർമ്മദേവൻ യമധർമ്മനാണ്. ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് യമധർമ്മൻ. ധാരണാത് ധർമ്മമിത്യാഹുഹു ധർമ്മോ ധാരയതി പ്രജാഃ എന്ന് വ്യാസൻ തന്നെ ധർമ്മശബ്ദത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ധരിക്കുന്നത് കൊണ്ട് ധർമ്മം, ലോകത്തെ ധർമ്മം ധരിക്കുന്നു എന്നാണ് താല്പര്യം. പിന്നെ സ്വധ എന്ന പെൺകുട്ടിയെ പിതൃക്കളാണ് വിവാഹം കഴിച്ചത്. സോഹയെ അഗ്നി വിവാഹം കഴിച്ചു. പിന്നെ ഭഗവാന്റെ തന്നെ അംശമായ പരമശിവൻ സതിയെയാണ് വിവാഹം കഴിച്ചത്. പരമശിവൻ പരബ്രഹ്മത്തിൻ്റെ അംശമാണ്. ശിവനും ശക്തിയും പുരുഷനും പ്രകൃതിയുമാണ്. ശിവതത്വവും ശക്തിതത്വവും പരബ്രഹ്മവും പ്രപഞ്ചവുമാണ്. നാരായണീയം പഠിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം. ശ്ലോകം 2. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാഃ പുഷ്പോൽക്കരാൻ പ്രവവൃഷോർനുനൂസുരൗഘാഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ധർമ്മഗൃഹിണീ മൂർത്തി ധർമ്മദേവൻ്റെ ഭാര്യയായ മൂർത്തി എന്ന ദക്ഷപുത്രി. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ധർമ്മദേവൻ, അതായത് യമധർമ്മൻ ഉത്ഭവിച്ചത്. ദക്ഷൻ്റെ 13 പുത്രിമാരെയാണ് യമധർമ്മൻ വിവാഹം ചെയ്തത്. അതിൽ മൂർത്തി എന്ന ഭാര്യയിൽ മഹിതാനുഭാവം നരസഖം ശ്രേഷ്ഠമായ മാഹാത്മ്യത്തോടു കൂടിയവനും നരസഖം നരനോടു കൂടിയവനും നാരായണൻ
എന്ന പേരുള്ളവനുമായ ഭവന്തം ഭഗവാനെ സുഷുവേഹി പ്രസവിച്ചു. അതായത് മൂർത്തി എന്ന ഭാര്യയിൽ നരനും നാരായണനും ജനിച്ചു. യജ്ജന്മനി അവരുടെ ജന്മത്തിൽ നരനാരായണന്മാർ ജനിച്ചപ്പോൾ പ്രമുദിതാഹ ദേവന്മാർ സന്തുഷ്ടരായി. പ്രമുദിതാഹ സുരൗഘാഹ സന്തുഷ്ടരായ ദേവന്മാർ. കൃതതൂര്യഘോഷാഹ അവർ പെരുമ്പറ മുഴക്കി. പുഷ്പോൽക്കരാൻ പുഷ്പസമൂഹങ്ങളെ പ്രവവൃഷു വർഷിക്കുകയും ചെയ്തു. നുനുവുഹു സ്തുതിക്കുകയും ചെയ്തു. നാരായണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. നരൻ അർജുനനാണ് എന്ന് ആചാര്യന്മാർ പറയും. നരനാരായണ ഋഷീശ്വരന്മാർ എന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ തന്നെയാണ് നാരായണനായിട്ട് വന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. സാരാംശം: ധർമ്മദേവൻ്റെയും മൂർത്തിയുടെയും പുത്രന്മാരായി നരനാരായണന്മാർ ജനിച്ചു. നാരായണൻ ഭഗവാനാണ്. അവരുടെ ജന്മത്തിൽ ദേവന്മാർ സന്തോഷിച്ച് പെരുമ്പറ കൊട്ടി പുഷ്പവൃഷ്ടി നടത്തി സ്തുതി പാടുകയും ചെയ്തു. ഹരി ഓം നമസ്തേ. ശ്ലോകം 3. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സര തപസമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമം ന്യഹതാം സലീലം. സാമാന്യാർത്ഥവും സാരാംശവും നോക്കാം. നരനാരായണന്മാർ എന്തിനാണ് അവതരിച്ചത്? സഹസ്രകവചൻ എന്ന അസുരനെ വധിക്കാനാണ്. ആ സഹസ്രകവചന് മഹാശക്തനായിട്ടുള്ള ഒരു അസുരനാണ്. 1000 പോർച്ചട്ടകൾ ധരിച്ചിട്ടുണ്ട്. 1000 സംവത്സരം തപസ് ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി ഉണ്ടായാലേ അവൻ്റെ ഒരു കവചം പിളർത്താൻ സാധിക്കൂ. ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്ത് ഒരു കവചനാക്കി അവനെ നിഗ്രഹിക്കണം. അതിലേക്ക് വേണ്ടിയാണ് ഇവിടെ നരനാരായണന്മാർ അവതരിച്ചത്. സാഹസ്രവത്സര തപസമരാഭിലവ്യൈഹി 1000 സംവത്സരങ്ങൾ തപസ്സും യുദ്ധവും കൊണ്ട് മുറിക്കപ്പെടാവുന്ന കവചൈഹി പരീതം കവചങ്ങളാൽ ചുറ്റപ്പെട്ട സഹസ്രകവചനെ ദൈത്യം എന്ന അസുരനെ പര്യായ നിർമ്മിത തപസമരോ മാറി മാറി തപസ്സും യുദ്ധവും ചെയ്യുന്നവരായി ഭവന്തോ ആ ഭവാന്മാർ ശിഷ്ടൈക കങ്കണം ശേഷിച്ച ഒരു പടച്ചട്ടയോടുകൂടി അമും സലീലം അവനെ ഒരു പ്രയത്നവും കൂടാതെ ഒരു ലീല എന്നോണം ന്യഹതാം വധിച്ചു. അവനാണ് വീണ്ടും കർണനായിട്ട് അവതരിച്ചത് എന്നാണ് പറയുന്നത്. കുന്തിയുടെ പുത്രൻ. കുന്തിക്ക് സൂര്യദേവനിൽ ഉണ്ടായ പുത്രനാണ് കർണൻ. ദുർവാസാവ് മഹർഷിയെ ചാതുർമാസത്തിൽ ശുശ്രൂഷിച്ചതിൽ സന്തുഷ്ടനായ മഹർഷി വരം കൊടുത്തു. ആരെ സ്മരിക്കുന്നുവോ അവർ എത്തി ആഗ്രഹം സാധിപ്പിക്കും. പരീക്ഷണാർത്ഥമാണ് കുന്തി ദേവി സൂര്യനെ ഉദിച്ചുയർന്നപ്പോൾ സ്മരിച്ചത്. സൂര്യദേവൻ എത്തി കർണനെ കൊടുത്തു. കന്യകാത്വം നഷ്ടപ്പെടില്ല എന്ന് അനുഗ്രഹിച്ചു. കുന്തിദേവി എന്ത് ചെയ്തു? നദിയിൽ ഒഴുക്കിവിട്ടു. ഒരു സൂതൻ വളർത്തി. കുരുക്ഷേത്ര യുദ്ധസമയത്താണ് കർണൻ അറിയുന്നത് താൻ കുന്തിയുടെ പുത്രനാണെന്ന്. തൻ്റെ അനിയന്മാർക്കെതിരെ യുദ്ധം ചെയ്യണം. ഉടനെ അമ്മയ്ക്ക് ഒരു ശാപം കൊടുക്കുകയാണ്. സ്ത്രീവർഗത്തിന് ആകെ ഒരു ശാപമാണ്, ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ പോട്ടെ എന്ന്. അങ്ങനെയാണ് മനസ്സിലുള്ളതെല്ലാം പുറത്ത് പറയുന്നത്. ഇതിൻ്റെ സാരാംശം: ധർമ്മദേവൻ്റെ പത്നിയായ മൂർത്തിയിൽ നരനും നാരായണനും അവതരിച്ചു. ആയിരം വർഷം തപസ്സുകൊണ്ടും യുദ്ധം കൊണ്ടും ഛേദിച്ചു കളയാൻ പറ്റുന്ന 1000 കവചങ്ങളാൽ ചുറ്റപ്പെട്ടവനായ സഹസ്ര കവചൻ എന്ന അസുരനെ മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് നരനാരായണന്മാർ ഒരേ ഒരു പടച്ചട്ട മാത്രം അവശേഷിച്ചവനാക്കി
തീർത്തിട്ട് നിഷ്പ്രയാസം വധിച്ചു. ഹരി ഓം നമസ്തേ. ശ്ലോകം 4. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഃ ശക്രോധതേ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രതിഘായമാരം. സാമാന്യാർത്ഥവും സാരാംശവും നോക്കാം. അഥ അനന്തരം ഭ്രാതൃമാൻ സഹോദരനായ നരനോടുകൂടിയ ത്വം ഭഗവാനെ അങ്ങ് നാരായണമൂർത്തി മോക്ഷധർമ്മം മോക്ഷമെന്ന ധർമ്മത്തെ അന്വാചരൻ തുടർന്ന് ആചരിക്കുകയും അതിനുശേഷം ഉപദിശൻ അഭി ഉപദേശിക്കുകയും ചെയ്യുന്നവനായിട്ട് ബദരികാശ്രമത്തിൽ അധ്യവാത്സീഹി അധിവസിച്ചു. ശക്രഹ തേ ഇന്ദ്രൻ അങ്ങയുടെ ശമതപോബല നിസ്സഹാത്മാ ശമം തപസ് ഇവയുടെ ബലം നിമിത്തം സഹിക്കാൻ വയ്യാത്ത മനസ്സോടുകൂടി ദിവ്യാംഗനാ പരിവൃതം അപ്സര സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനായി മാരം പ്രതിഘായ കാമദേവനെ പറഞ്ഞയച്ചു. കാമദേവൻ മേനക, രംഭ, തിലോത്തമ എല്ലാവരുമായിട്ട് നരനാരായണന്മാരുടെ തപസ് ഇളക്കാൻ വേണ്ടി പോയി. ബദരികാശ്രമം, ബദരിക എന്നാൽ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനത്തുള്ള പുണ്യസ്ഥലമാണ്. അവിടെ വിഷ്ണു ക്ഷേത്രമുണ്ട്, ബദരീ വനമുണ്ട്. മനസ്സിന് ഏകാഗ്രത കിട്ടാൻ അവിടെ നല്ലതാണ്. മോക്ഷധർമ്മത്തെക്കുറിച്ച് ജിജ്ഞാസുക്കളായ ജനങ്ങൾക്ക് ഉപദേശിച്ചുകൊണ്ടാണ് നരനാരായണന്മാർ അവിടെ വസിക്കുന്നത്. നിവൃത്തി മാർഗത്തിൽ മറ്റുള്ളവരെ നയിക്കുന്നു. ഇന്ദ്രൻ സുഖങ്ങളുടെ സ്വർഗത്തിൻ്റെ അധിപനാണ്, മനസ്സിൻ്റെ പ്രതീകമാണ്. അപ്സരസ്സുകൾ വിഷയങ്ങളാണ്, വിഷയങ്ങളോടുള്ള ആഭിമുഖ്യമാണ് കാമദേവൻ. മനസ്സിൻ്റെ ഇളക്കവും ഉത്സാഹവുമാണ് വസന്തം. 100 യാഗം ചെയ്താൽ ഇന്ദ്രനാകും, ഇന്ദ്രപദവി ലഭിക്കും. ഇവിടെ നരനാരായണന്മാരുടെ തപസ് കണ്ടപ്പോൾ ഇന്ദ്രന് തൻ്റെ സ്ഥാനം പോകുമോ എന്ന പേടി, കസേര പോകുമോ എന്ന പേടിയാണ് ഇന്ദ്രൻ കാമദേവനെ അവരുടെ തപസ്സിളക്കാനായിട്ട് ബദരികാശ്രമത്തിലേക്ക് വിടുന്നത്. ദുഷ്ടനിഗ്രഹവും മോക്ഷധർമ്മോപദേശവുമാണ് നരനാരായണ അവതാരത്തിനുള്ള പ്രത്യേകത. നാരായണീയം പഠിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം നമസ്തേ. ശ്ലോകം 5. കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഖേർ വികസദ്വിലാസൈഃ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗതേ മൃദുഹാസഭാജാ. സാമാന്യാർത്ഥവും സാരാംശവും നോക്കാം. അഥ അനന്തരം കാമഃ കാമദേവൻ വസന്തമലയാനില ബന്ധുശാലി വസന്തകാലം മലയാനിലൻ എന്നീ ബന്ധുക്കളോട് ചേർന്ന് വന്നെത്തി. വികസത് വിലാസൈ നല്ല സൗന്ദര്യത്തോടു കൂടിയ കാന്താകടാക്ഷ വിശിഖൈഹി അപ്സരസുകൾ അവരുടെ കടക്കൻ നോട്ടമാകുന്ന അമ്പുകൾ കൊണ്ട് ത്വാം ഭഗവാനെ അങ്ങയെ മുഹുർമുഹുഹു വീണ്ടും വീണ്ടും വന്ന് വിദ്യൻ ശല്യപ്പെടുത്തി. ഭഗവാനാണെങ്കിലോ അകമ്പം ച നരനാരായണന്മാർ അല്പം പോലും ഇളകിയില്ല. അവര് ഇളക്കമില്ലാതെ ഇരിക്കുന്നത് ഉദീക്ഷ്യ കണ്ടിട്ട് ഭീതഃ കാമദേവൻ മുതലായവര് ഭയപ്പെട്ടുപോയി. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? മൃദുഹാസഭാജ ഭഗവാൻ അവരെ നോക്കി മന്ദഹാസം പൊഴിച്ചു. എന്നിട്ട് ത്വയാ ജഗതേ ഭഗവാൻ അവരോട് പറഞ്ഞു. ഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിലാണ്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ള സാരാംശം, ലോകസംഗ്രഹത്തിന് വേണ്ടി മോക്ഷസാധന ചെയ്യുകയും
മോക്ഷധർമ്മം ഉപദേശിക്കുകയും ചെയ്യുന്ന ഭഗവാന്റെ അടുത്താണ് ഇന്ദ്രൻ, കാമദേവൻ, അപ്സരസ്സുകളെ, മലയാനിലെ എന്നിവരെയെല്ലാം പറഞ്ഞു വിട്ടത്. ഈ ലോകം കാമാദികളിൽ വീണു പോകരുത്. കാമത്തിന് അടിമപ്പെട്ടാൽ നമ്മുടെ ലക്ഷ്യമായ മോക്ഷം നഷ്ടപ്പെടും. മോക്ഷ സാധന ചെയ്യുന്നവർക്ക് ധാരാളം സിദ്ധികൾ ലഭിക്കും. അനന്ത കല്യാണ സിദ്ധികളാണ് ലഭിക്കുക. അവരെ ആർക്കും തന്നെ കീഴടക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും ഭഗവാനെ ഭജിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഹരിയും നമസ്തേ. ശ്ലോകം 6. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനസം തിവിഹജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തു പദാമധൈഷാം പ്രാദർശയ സ്വപരിചാരകകാദരാക്ഷി. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. അഥാനന്തരം, ഹേ അംഗജ, അല്ലയോ കാമദേവ, വസന്ത, സുരാംഗനാവഹ, സുരാംഗന ദേവികളെ, ദേവസ്ത്രീകളെ, നിങ്ങൾ ആരും തന്നെ ഭീത്യാലം, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ഭയം അല്പം പോലും വേണ്ട. ഇഹതു, ഇവിടെ, മന്മാനസം, എൻ്റെ മനസ്സിൻ്റെ കഴിവ്, ജുഷധ്വം, നിങ്ങൾ കണ്ടാലും, ഇതി എന്നിങ്ങനെ, ബ്രുവാണഃ, പറയുന്ന, ത്വം, അങ്ങ്, വിസ്മയേന, വിസ്മയത്തോടുകൂടി, പരിതഃ, ചുറ്റുപാടും നിന്ന്, സ്തുവതാം, സ്തുതിക്കുന്ന, യേഷാം, സ്വപരിചാരക കാദരാക്ഷി, ആ കാമാദികൾക്ക്, കാമദേവനും കൂട്ടർക്കും സ്വന്തം പരിചാരകന്മാരായ ദാസിമാരെ, സുന്ദരിമാരെ പ്രാദർശയഃ, കാണിച്ചു കൊടുത്തു. ഇവിടെ ശ്രീ നരനാരായണന്മാരെ തോൽപ്പിക്കാൻ വന്ന കാമദേവനും കൂട്ടർക്കും നാണം കെട്ടുപോയി. അവർ മടങ്ങിപ്പോകാനാണ് ഭാവിച്ചത്. ഇതിൻ്റെ സാരാംശം നോക്കാം. ഭഗവാന്റെ മനസ്സിൻ്റെ നില മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭഗവാൻ. അവിടെ കോപം അശേഷമില്ല, കാമവുമില്ല, സംഘവുമില്ല. സംഘം വന്നാൽ കാമവും കോപവും ഒക്കെ ഉണ്ടാകും. അതില്ലാത്തത് കൊണ്ട് കാമനും വസന്തനും അപ്സരസ്സുകൾക്കും ആ മനസ്സിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. ശമദമാദികൾ കൊണ്ട് അചഞ്ചലമായ ഒരു മനസ്സ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. ശമദമാദികൾ നേടിയ ഒരു മനുഷ്യന് സിദ്ധികളും ഉണ്ടായിരിക്കും. ഒന്നാമത്, ഏതൊരു വികാരതരളിതമാകുന്ന പരിതസ്ഥിതിയിലും ഇളകാതെ ഇരിക്കുന്നത് വലിയ ഒരു സിദ്ധിയാണ്. ആ സിദ്ധി കൊണ്ട് സ്വന്തമാകുന്ന പല സിദ്ധികളുമുണ്ട്. സ്വർലോക സുന്ദരിമാരവിടെ നിരന്നു നിന്നു. അവരെ ലജ്ജിപ്പിക്കാൻ പോരുന്ന സൗന്ദര്യനിധികളായ സ്വന്തം പരിചാരകന്മാരെ ഭഗവാൻ സൃഷ്ടിച്ച് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു. കാമാദികൾക്ക് ഭഗവാന്റെ സംയമം അത്ഭുതം തന്നെ പ്രദാനം ചെയ്തു. ഭഗവാനെ അല്പം പോലും ഇളക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ നാണം കെട്ട് പോവുകയാണ് ചെയ്തത്. ഹരി ഓം. ഇന്ദ്രിയ നിഗ്രഹം നമ്മളെല്ലാവരും തന്നെ നേടേണ്ടതാണ്. അത് ഭഗവത് ഭജനത്തിലൂടെ നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഹരി ഓം. നമസ്തേ. ശ്ലോകം 7. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപുഃ ദത്താം ത്വയാ ജജഗൃഹു സ്ത്രഭയൈവ സർവാസി ഗർവശമനീം പുനരുർവശീം താം. സാമാന്യ അർത്ഥം നോക്കാം. സമ്മോഹനായ, ഭഗവാനെ വശീകരിക്കാൻ വേണ്ടി,
ഭഗവാന്റെ തപസ്സിനെ മുടക്കാൻ വന്നവർ മിളിതാ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആലോചിച്ചു. മദനാദയഃ തേ കാമദേവൻ തുടങ്ങിയവർ നാണം കെട്ടു. ത്വദ്ദാസികാ പരിമളൈഹി അങ്ങയുടെ ദാസിമാരുടെ അംഗസൗന്ദര്യം കൊണ്ട് മോഹം ആപുകില മോഹത്തെ പ്രാപിച്ചു. അവരെല്ലാവരും മതിമറന്നുപോയി. ഇത്ര സൗന്ദര്യമുള്ളവർ ഇവിടെയുണ്ടോ? അവർ പോകാനായി ഭാവിച്ചപ്പോൾ നിൽക്ക്, വെറും കൈയോടെ പോണ്ട, ഞാനൊരു സമ്മാനം നിങ്ങൾക്ക് തരാം, ഒരു സ്ത്രീരത്നത്തെ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് പുനഃ പിന്നീട് ത്വയാ ദത്താം അങ്ങയാൽ നൽകപ്പെട്ട സ്വർവാസി ഗർവശമനീം എല്ലാ സ്വർഗവാസികളായ ആ ദേവസുന്ദരിമാര് എല്ലാവരുടെയും അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന രീതിയിൽ ത്വാം ഉർവശീം ആ ഉർവശിയെ ഭഗവാൻ തൻ്റെ തൊടയിൽ നിന്ന് ഊരുവിൽ നിന്ന് ജനിപ്പിച്ചു. ത്രപയാ ഏവ ലജ്ജയോടുകൂടി തന്നെ ജഗൃഹു ച അവരതിനെ സ്വീകരിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ ആദ്യം മേനക, രംഭ, തിലോത്തമമാരായിരുന്നു. പിന്നെ ഉർവശിയെ കിട്ടിയപ്പോൾ ഉർവശിയുടെ പേര് അവരാദ്യം വെച്ചു. ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്നായി. നമ്മൾ ബദരിയിൽ പോകുമ്പോൾ ഉർവശി എന്ന ഗ്രാമമുണ്ട്. ശ്രീനാരായണ മഹർഷി ഉർവശിയെ തൻ്റെ ഊരിൽ നിന്നും സൃഷ്ടിച്ചത് അവിടെ വച്ചാണെന്നാണ് പറയുന്നത്. പിന്നെ ആ ഭഗവാന്റെ ആ തപസ് ചെയ്ത സ്ഥലം എല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിൻ്റെ സാരാംശം നോക്കാം. സ്വർഗസുന്ദരിമാരും വസന്തവും മന്ദാനിലനും കാമനും ഒക്കെ ചേർന്ന് ഭ്രൂവിലാസം, കടക്കണ്ണോട്ടം, സംഗീതം, നൃത്തം, അത്യാകർഷകമായ വസന്തവിലാസം എന്നിങ്ങനെ പലതും അവരവിടെ പ്രദർശിപ്പിച്ചു. പക്ഷേ ലൗകിക വ്യാപാരങ്ങളിൽ നിന്നെല്ലാം അകന്ന നിസ്സംഗനായി തീർന്ന മുക്തിമാർഗത്തിൽ തന്നെ ചരിക്കുന്ന അസാധാരണമായ യോഗഹൃദയത്തെ സ്പർശിക്കാനായിട്ട് അവർക്കൊന്നും തന്നെ സാധിച്ചില്ല. യോഗികൾക്ക് മാതൃകയാണ് ഭഗവാൻ. വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചവർക്ക് തന്നെ വലയിൽ വീഴേണ്ടി വന്ന ദുരവസ്ഥയും സംഭവിച്ചു. മാനസികമായി ദുർബലന്മാരായവർ ബലവാന്മാരായ ആളുകളെ വശീകരിക്കാൻ ശ്രമിച്ചാൽ അത് നിഷ്ഫലമാവുകയേ ഉള്ളൂ എന്ന സത്യമാണ് ഇവിടെ ധ്വനിക്കുന്നത്. മായ കൊണ്ട് മയങ്ങിയ ജനങ്ങൾ മായ കൊണ്ട് മറ്റുള്ളവരെ മയക്കാൻ കഴിയാത്തവരാണ്. നേരെ മറിച്ച് മായാരഹിതന്മാർക്ക് അസാധാരണമായ സത്വബലവും തപോബലവും ഉള്ളതുകൊണ്ട് ആരെയും സ്വാധീനിക്കുവാൻ യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല എന്ന തത്വവും നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുണ്ട്. നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്ലോകം 8. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്ത രമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണ തനുസ്ത്വമേവാം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുന്നത് വരദ എന്നാണ്. ഹേ വരദ, അല്ലയോ അഭീഷ്ടങ്ങൾ ദാനം ചെയ്യുന്ന ഭഗവാനെ. ശക്രഃ ഇന്ദ്രൻ, ഉർവശീം ദൃഷ്ട്വാ ഉർവശിയെ കാണുകയും തവ കഥാം നിശമ്യ ച അങ്ങയുടെ കഥ കേൾക്കുകയും ചെയ്തിട്ട് ഭവൻ മഹിമാവമർശാത് അങ്ങയുടെ മഹിമയെ ചിന്തിക്കുക നിമിത്തം അങ്ങയുടെ മാഹാത്മ്യത്തെ അറിഞ്ഞപ്പോൾ പര്യാകുലഃ അജനീയേവം വളരെയധികം ദുഃഖിതനായി തീർന്നു, വ്യാകുലനായി തീർന്നു.
ഏവം ഇപ്രകാരം പ്രശാന്തരമണീയതരാവതാരാത് വളരെ പ്രശാന്തവും രമണീയവുമായിരിക്കുന്ന അവതാരത്തോടുകൂടിയ ത്വത്തഃ അധികഃ അങ്ങേക്കാൾ വലുതായി ശ്രേഷ്ഠമായി കൃഷ്ണതനുഹു ത്വമേവ ശ്രീകൃഷ്ണസ്വരൂപനായ നിന്തിരുവടി അങ്ങു മാത്രമേ ഉള്ളൂ. സാരാംശം നോക്കാം. ഇന്ദ്രൻ അത്യന്തം അത്ഭുതകരമായ സൗന്ദര്യദേവതയായ ഉർവശിയെ കണ്ടു. ഭഗവാന്റെ തപശക്തിയെക്കുറിച്ച് കേൾക്കുകയും ചെയ്തു. ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും അത്ഭുതത്തോടുകൂടി ചിന്തിച്ച് ഉള്ളിൽ വളരെയധികം പശ്ചാത്താപമുണ്ടായി. ഇത്രയധികം ശാന്തതയും ഇത്രയധികം ആകർഷവും മധുരവും ഉദാരവുമായ നാരായണമൂർത്തിയുടെ അവതാരത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരവതാരമേയുള്ളൂ. അത് കൃഷ്ണ അവതാരം എടുത്ത അങ്ങു മാത്രമാണ്. നരനാരായണ മൂർത്തിയായിരിക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് മറ്റുള്ള എല്ലാ അവതാരത്തെക്കാട്ടിലും ശ്രേഷ്ഠമായ അവതാരം എന്നിവിടെ ഭട്ടതിരിപ്പാട് സമർത്ഥിക്കുകയാണ്. നാരായണമൂർത്തി തന്നെയാണ് ശ്രീകൃഷ്ണൻ നരനായി വന്നത് അർജുനനും. നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. എവിടെയാണോ യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാനുള്ളത്, എവിടെയാണോ വില്ലേന്തിയ അർജുനനുള്ളത്, കർമ്മം ചെയ്യാൻ തൽപരനായ അർജുന അവിടെയാണ് എല്ലാ ഐശ്വര്യവും വിജയവും സമ്പത്തും എല്ലാം ഉള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് സഞ്ജയൻ പറയുന്നു. ഇവിടെ ഭട്ടതിരിപ്പാടും സമർത്ഥിക്കുകയാണ്, നരനാരായണമൂർത്തിയായിട്ട് അവതരിച്ച ശ്രീകൃഷ്ണൻ തന്നെയാണ് മറ്റുള്ള എല്ലാ അവതാരത്തെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠം എന്ന്. നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം. ശ്ലോകം 9. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്തോ ജ്ഞാത്യാധൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് ഏന വ്യരുന്ധസഭവത്തനുമേവ ശർവം യജ്ഞേ ജവൈരപിശുനേ സ്വസുതാം വ്യമാനീത്. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ദക്ഷയാഗചരിതം ആണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധം 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വളരെ ചുരുക്കിയാണ് ഇവിടെ ദക്ഷയാഗം കഥ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത്. ദക്ഷഃ തു ദക്ഷനാകട്ടെ ധാതുഹു അതിലാളനയ ബ്രഹ്മാവിൻ്റെ ഏറിയ ലാളന കൊണ്ട് രജോന്തഃ രജോഗുണം വർദ്ധിച്ച് അന്ധനായി. ത്വയിച്ച ന അത്യാദൃതഃ അങ്ങയിലും അത്യാദരവ് ഇല്ലാത്തവനായി തീർന്നു. എന്നിട്ട് അശാന്തിഹി ആസീത് കഷ്ടം ശാന്തിയില്ലാത്തവനായിട്ട് ഭവിച്ചു. അത് വളരെ കഷ്ടം തന്നെയാണ്. ഏന സഹ ഭവത്തനും ഏവ ശാന്തി നഷ്ടപ്പെട്ട ആ ദക്ഷൻ അങ്ങയുടെ തന്നെ മൂർത്തി തന്നെയായ ആ ശിവനെ വ്യരുന്ധ വിരോധിച്ചു, ദേഷിച്ചു. വൈരപിശുനോ വൈരത്തെ സൂചിപ്പിക്കുന്ന ശിവവിരോധത്തെ സൂചിപ്പിക്കുന്ന യജ്ഞേ യാഗത്തിൽ സ്വസുതാം തൻ്റെ സ്വന്തം മകളെ ആയ സതിയെ വ്യമാനീത് അപമാനിക്കുകയും ചെയ്തു. ഇതൊരു കഥയാണ്. അതായത് ബ്രഹ്മാവ് തൻ്റെ പുത്രനായ ദക്ഷനെ പ്രജാപതികളുടെ അധിപനാക്കി അഭിഷേകം ചെയ്തു. ദക്ഷനോട് കൂടുതൽ വാത്സല്യം കാണിച്ചു. അതിവാത്സല്യം അനാദരവ് ഉണ്ടാക്കും. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദക്ഷന് ഭഗവാനോട് പോലും ആദരവ് ഇല്ലാതായി. ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമാണ് ശിവൻ. ആ ശിവനെ നിന്ദിച്ചു. ഭഗവാൻ തൻ്റെ ത്രിഗുണങ്ങൾ സ്വീകരിച്ച് സത്വഗുണം വിഷ്ണുവിനും സ്ഥിതിപാലനത്തിന്, അതുപോലെ രജോ ഗുണം ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട്, തമോ ഗുണം ശിവന് സംഹാരം ചെയ്യാനായിട്ട് നൽകി. 3 പേരും ഒന്നാണ്. ഭേദബുദ്ധിയും ഉണ്ടാകാനേ പാടില്ല.
ഒരേ ആത്മാവിൻ്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ്. എല്ലാവരിലും ഒരേ സത്യവസ്തുവാണ് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ഭഗവാനാണ്. ഭേദഭാവന കളയണം, അഭേദഭാവന വളർത്തണം. എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ഒരു ഭഗവാനാണ്. അത് മനസ്സിലാക്കാതെ ഒരിക്കൽ പ്രജാപതിമാർ ഒരു യാഗം ചെയ്തു. ബ്രഹ്മാവും മഹേശ്വരനും യാഗത്തിൽ പങ്കെടുത്തു. ദക്ഷൻ താമസിച്ചാണ് എത്തിയത്. തന്നെ ആരൊക്കെ ബഹുമാനിക്കുന്നു എന്ന് നോക്കി. ദക്ഷനെ കണ്ടതും മറ്റുള്ളവരെല്ലാവരും എഴുന്നേറ്റു. എന്നാൽ ബ്രഹ്മാവും ശിവനും എഴുന്നേറ്റില്ല. ബ്രഹ്മാവ് അച്ഛനാണ്, എന്നാൽ ശിവനാണെങ്കിലോ തൻ്റെ ജാമാതാവാണ്, മരുമകനാണ്. മരുമകൻ അമ്മാവൻ വരുമ്പോൾ എഴുന്നേൽക്കണ്ടേ? എഴുന്നേൽക്കാത്തതിൽ ദക്ഷൻ ശിവനെ സദസ്സിൽ വച്ച് തന്നെ അധിക്ഷേപിച്ചു, നിന്ദിച്ചു. ശിവൻ ശാന്തനായിരുന്നു. ശിവനോട് ദേഷ്യമായി. എന്നിട്ട് പ്രതികാരം ചെയ്യാൻ ദക്ഷൻ ബൃഹസ്പതി സവനം എന്ന യാഗം ചെയ്തു. ആ യാഗത്തിൽ സതിയെയും ശിവനെയും മാത്രം ക്ഷണിച്ചില്ല. മറ്റു ദേവന്മാരെയെല്ലാം പത്നിമാരോടുകൂടി ക്ഷണിച്ചു. അവരെല്ലാം പോകുന്നത് സതീദേവി കണ്ടു. അച്ഛൻ്റെ യാഗത്തിന് സതീദേവി ക്ഷണിക്കാതെ തന്നെ അവിടെ എത്തി. ദക്ഷൻ മകളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഹൃദയം നുറുങ്ങി ദേവി അഗ്നി ജ്വലിപ്പിച്ച് പ്രാണനെ ഉപേക്ഷിച്ചു. ഈ വിവരം നാരദനിൽ നിന്നും ശിവൻ അറിഞ്ഞു. അദ്ദേഹം തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചു വീരഭദ്രനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് 10ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം ഒരേ മൂർത്തി തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും തന്നെ മനസ്സിലാക്കണം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപാസിക്കാൻ, അവരവരുടെ ഗുണത്തിനനുസരിച്ചിട്ട് ഉപാസിക്കാനായിട്ടാണ് ഓരോരോ രൂപം എടുത്തിരിക്കുന്നത്. ആരെ നമ്മൾ ആശ്രയിച്ചാലും എത്തേണ്ടത് ഭഗവാനിൽ തന്നെയാണ്. എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിലെത്തുന്നത് പോലെ. നാരായണീയം പഠിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്ലോകം 10. ക്രുദ്ധേശമർത്ഥിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവഃ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സാമാന്യ അർത്ഥം നോക്കാം. അഥ അനന്തരം സഹ തു ആ ദക്ഷനാകട്ടെ ക്രുദ്ധേശമർദ്ധിതമഖഃ ക്രുദ്ധനായ ശിവനാൽ നശിപ്പിക്കപ്പെട്ട യാഗത്തോടുകൂടിയവനും കൃത്തശീർഷഃ ശിരച്ഛേദം ചെയ്യപ്പെട്ടവനും ആയി തീർന്നിട്ട് ദേവപ്രസാദിത ഹരാത് ദേവന്മാരാൽ സ്തുതി കൊണ്ടും ഭക്തി കൊണ്ടും പ്രസാദിക്കപ്പെട്ട് സന്തുഷ്ടനാക്കപ്പെട്ട ആ ശിവനിൽ നിന്നും ലബ്ധജീവ ദക്ഷന് ജീവൻ തിരികെ കിട്ടി. പിന്നീട് ഭഗവാന്റെ അനുഗ്രഹത്താൽ യജ്ഞം പൂർത്തീകരിച്ചു. ത്വത്പൂരിത ക്രതുവര അങ്ങനെ പൂരിതമാക്കപ്പെട്ട ശ്രേഷ്ഠമായ യജ്ഞത്തോടു കൂടിയവനായി പുനഃ വീണ്ടും ശാന്തിം ആപ ശാന്തിയെ പ്രാപിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി. ഹേ പ്രശാന്തികര അല്ലയോ ശാന്തിയെ നൽകുന്ന ഭഗവാനെ, മരുൾപുരേശ ശ്രീ ഗുരുവായൂരപ്പ, അഹങ്കാരിയായ ദക്ഷന് പോലും ശാന്തിയെ പ്രദാനം ചെയ്ത അല്ലയോ ഭഗവാനെ, സഹ ത്വം പാഹി അങ്ങനെയുള്ള അങ്ങ് എന്നെ രക്ഷിക്കണേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിച്ചത്. ദക്ഷയാഗം ശിവന്റെ ആജ്ഞയനുസരിച്ച് വീരഭദ്രനും ഭൂതഗണങ്ങളും കൂടി എല്ലാം തകർത്തു. വീരഭദ്രൻ ദക്ഷന്റെ തലയറുത്തു. ദേവന്മാർ ഭക്തിയോടുകൂടി ശിവനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ശിവൻ ഒരാടിൻ്റെ തല കൂട്ടിച്ചേർത്ത് ദക്ഷനെ ജീവിപ്പിച്ചു. ദക്ഷൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ എഴുന്നേറ്റ് വന്നു.
മേ മേ എന്നാണല്ലോ ആട് കരയുന്നത്. എല്ലാം എൻ്റെ എൻ്റെ എൻ്റെ. ഭഗവാനെ നിന്ദിച്ച് അപരാധത്തിൻ്റെ ഫലം ഓർമ്മിക്കാൻ വേണ്ടിയാണത്രേ അജമുഖം ലഭിച്ചത്. ദക്ഷൻ കോപമെല്ലാം ഉപേക്ഷിച്ച് മഹേശ്വരനോട് ബഹുമാനപൂർവ്വം ജീവിച്ചു. ഭഗവത് നിന്ദ ചെയ്ത ദക്ഷനെ ശമദമാദി സമ്പത്ത് ഉള്ളവനാക്കി. രാഗദ്വേഷങ്ങൾ ഇല്ലാതായി ശാന്തി പകർന്നുകൊടുത്തു. ദക്ഷനെയും ഭക്തനാക്കി മാറ്റി. ബ്രഹ്മോപദേശമനുസരിച്ച് യാഗം പൂർത്തിയാക്കാൻ തുടങ്ങി. ശ്രീഹരി പ്രത്യക്ഷനായി. ദക്ഷനും ബ്രഹ്മാവും മറ്റു ദേവന്മാരും ഭഗവാനെ സ്തുതിച്ചു. ദക്ഷൻ്റെ ഭേദബുദ്ധി പോകാൻ പരമമായ ഉപദേശം ഭഗവാൻ ദക്ഷന് നൽകി. അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ഭൃഗവിശേഷണഃ. ഞാൻ തന്നെയാണ് ബ്രഹ്മാവും ശിവനും. ജഗത്തിൻ്റെ ആദികാരണമായും ആത്മേശ്വരനായും സർവാന്തര്യാമിയായിരിക്കുന്നതും സ്വയം പ്രകാശസ്വരൂപനായിരിക്കുന്നതും ഞാൻ തന്നെയാണ് എന്ന് ഭാഗവതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വിവിധ രൂപങ്ങൾ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ്. ഏത് രൂപത്തിനെ ഭജിച്ചാലും ഏത് നാമം ജപിച്ചാലും നമ്മൾക്ക് എത്തിച്ചേരേണ്ടത് ആ ഭഗവാനിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭട്ടതിരിപ്പാടിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ആ ഭഗവാന്റെ പാദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാകട്ടെ. ഹരി ഓം നമസ്തേ.